മിസ് ജെറീന. എൻ്റെ നാട് ഇവിടെ കൊച്ചി തന്നെയാണ്, മട്ടാഞ്ചേരി. ഞങ്ങളൊരു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ചെല്ലാനത്തേക്ക് പോകുന്നത്. എൻ്റെ 10th വരെ ഞാൻ പഠിച്ചത് അവർ ലേഡി സ്കൂളിലാണ്. എനിക്ക് ആ സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോൾ കുറേ നല്ല ഓർമ്മകളുണ്ട്, കുറേ നല്ല കൂട്ടുകാരുണ്ട് എനിക്ക്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പേര് ജീന എന്നാണ്. ആ സമയത്തൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയും, ഞാൻ ഇങ്ങനെ ചെയ്യും. വലുതാവുമ്പോൾ എനിക്ക് ഇന്നതാവണം. നമ്മൾ ഈ കുഞ്ഞിലേക്ക് വെക്കുന്ന ഓരോ കുഞ്ഞു പ്രോമിസുകൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു പുറത്ത് വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഇരിക്കാം. ഞങ്ങളൊരു 9ലോ 10ലോ പഠിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. അത് അവളൊരു തമാശയ്ക്ക് പറഞ്ഞതാണോ അല്ലെങ്കിൽ അത് അത്രയും ആഗ്രഹത്തോടെ പറഞ്ഞതാണോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അത് അത്രയും ആഗ്രഹത്തോടെ പറഞ്ഞൊരു കാര്യമായിട്ട് എനിക്ക് മനസ്സിലാകാൻ വർഷങ്ങളെടുത്തു. ഈ കഴിഞ്ഞൊരു 2 വർഷം മുമ്പ് അവൾക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് ജെറീന എന്നാണ്. ആ ഒരു സമയത്ത് അന്ന് ആ ക്ലാസ് മുറിയിൽ വെച്ച് അവൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ഒരു പെൺകുഞ്ഞുണ്ടായാൽ ഞാൻ ജെറീന എന്ന് പേരിടുമെന്ന്. അങ്ങനെ ഒത്തിരി സൗഹൃദങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു തിരിച്ചുപോക്കില്ല, അത് ആ ഒരു സൗഹൃദത്തിനെ നമ്മുടെ ഉള്ളിൽ വീണ്ടും ജനിപ്പിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞാണ് ഞാൻ കോൺവെൻറ്റിൽ ചേരുന്നത്. ഞാൻ അപ്പോസ്തലിക് സിസ്റ്റേഴ്സ് ഓഫ് കോൺസലാത്ത എന്ന സന്യാസ സമൂഹത്തിൽ ആണ്. ഇപ്പോൾ ആശ്വാസ ഭവനിലെ കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു ഇൻചാർജാണ്. അവിടെയും എനിക്ക് കുഞ്ഞുങ്ങളുമായിട്ടും അവരുടെ കുറേ നല്ല അനുഭവങ്ങൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വളരെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളൊരു അമ്മയാകുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ ഒരുപാട് മക്കളുടെ അമ്മയാണ്. കാരണം ആ കുഞ്ഞുങ്ങളെ നോക്കുമ്പോഴും അവരെടുക്കുമ്പോഴും അവർക്ക് വേണ്ട എല്ലാം ചെയ്യുമ്പോഴും ആ ഒരു അമ്മയായിട്ട് തന്നെ. ഇപ്പം എനിക്ക് അറിയാവുന്നൊരു അച്ഛനുണ്ട്, ജോഷി മയ്യാറ്റിനച്ഛൻ. അച്ഛൻ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ സിസ്റ്റേഴ്സാണ്, ഒപ്പം അമ്മമാരാകാനും കൂടി വിളിക്കപ്പെട്ടവരാണെന്ന്. ഹായ്, എൻ്റെ പേര് ലാസ്മിയ. ഞാൻ കൊച്ചിയിലുള്ള കുമ്പളങ്ങി എന്ന് പറയുന്നൊരു ഗ്രാമത്തിൽ നിന്നാണ് എൻ്റെ വീട്. ഞാനിപ്പോൾ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫേമിൽ പഠിപ്പിക്കുവാണ്, ഇംഗ്ലീഷ് ലെക്ചറായിട്ട്. പിന്നെ എന്നെ കല്യാണം കഴിച്ചത് വീട്ടിൽ അമ്മയുണ്ട്, ഹസ്ബൻഡുണ്ട്, പിന്നെ ഒരു മോനുണ്ട്. അവനിപ്പോൾ 7 വയസ്സ് പ്രായമുണ്ട്. ഞാനിപ്പോൾ 2ാമത് കുഞ്ഞിനെ ക്യാരി ചെയ്യുവാണ്. ഒരമ്മയാവുക എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകളുടെ ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എനിക്കാണെങ്കിലും എൻ്റെ മോനെ ഞാൻ ഒത്തിരി പ്രാർത്ഥനകൾക്ക് ശേഷമാണ് എനിക്ക് കുഞ്ഞിനെ കിട്ടിയത്. എനിക്ക് 3 വർഷത്തിന് ശേഷമാണ് എൻ്റെ മോനെ ഞാൻ ഗർഭിണിയാവുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ മാനസിക സംഘർഷങ്ങൾ എനിക്കുണ്ടായിരുന്നു കുഞ്ഞുങ്ങളാവാത്തതിൽ. ഞാൻ ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരുന്നു എങ്കിലും അവനെ ഞാൻ ഒത്തിരി കാത്തിരുന്ന് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ദൈവത്തിനോട് ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് മോനെ തന്നതിന്. 2ാമതാണെങ്കിൽ ഒത്തിരി ഡിലേ വന്നു. എൻ്റെ മൂത്ത മോൻ ഇപ്പോൾ 7 വയസ്സായി. ഇപ്പോൾ ഞാൻ 5 മാസം പ്രഗ്നൻ്റ് ആണ്. ഒത്തിരി സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവസ്നേഹത്തിൽ എൻ്റെ മക്കളെ വളർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. താരാട്ടുപാട്ടിൻ്റെ ശീലിലുറങ്ങുന്ന ഉണ്ണീശു തമ്പുരാനേ, താരാട്ടുപാട്ടിൻ്റെ ശീലിലുറങ്ങുന്ന ഉണ്ണീശു തമ്പുരാനേ, കുഞ്ഞുമക്കൾ നിൻ സന്നിധിയിൽ വന്നു
മദന്മാരിൻ്റെ ചൂടേറ്റുമേവുന്ന ലോകൈക പാലക യേശുദേവാ ഉണ്ണി ഉറങ്ങ് നാഥനുറങ്ങ് അമ്മതന്മാരിൽ ചേർന്നുറങ്ങ്. സ്കൂളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചത് സെൻറ്റ് പീറ്റേഴ്സ് കുമ്പളങ്ങി സ്കൂളിലാണ് പഠിച്ചത്. 1ാം ക്ലാസ് മുതൽ +2 വരെ ഞാൻ അവിടെയാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. സ്കൂളെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി നല്ല ഓർമ്മകളുണ്ട്. കാരണം ആ മുറ്റത്തെ അങ്കണത്തിലെ ആ മാവ് ഉൾപ്പെടെ എല്ലാം. സൗഹൃദങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു ചെറിയ കുട്ടിയിൽ നിന്ന് ഒരു വലിയ മുതിർന്ന ഒരു ആളിൽ വരെ നമുക്ക് സൗഹൃദം ഉണ്ടാക്കാം. ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്. എന്നെ പരിചയപ്പെട്ട ആരും എന്നെ പെട്ടെന്ന് മറക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് ഞാൻ എല്ലാവരോടും വളരെ അടുപ്പത്തിലാവുന്ന ഒരാളാണ്. നമ്മളിലൂടെ പറ്റുന്ന ഒരു ചെറു ചിരിയാണെങ്കിലും നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റണം എന്നുള്ളൊരു ആശയമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരെ കണ്ടാലും എന്നെ ചിരിക്കൊടുക്കാമെന്നൊക്കെ സ്കൂളിൽ എപ്പോഴും വിളിക്കുന്നില്ല. ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ +2 പഠിക്കുമ്പോഴാണ് എനിക്ക് ജെർനാമ്മ എന്നാണ് ഞാൻ വിളിക്കുന്നത്. ജെർന സിസ്റ്റർ സൗമ്യ, അങ്ങനെ ഒത്തിരി സിസ്റ്റർ ഫ്രണ്ട്സ് എനിക്കുണ്ട്. നിറയേണം നാദാ നീ എന്നുള്ളിലെ സ്വരമല്ലോ ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ കനിപോലുമാരൂപം. ഞാനും അവരുടെ കൂടെയുള്ളതാണ്. കുമ്പളങ്ങിക്കാരി തന്നെയാണ്. എൻ്റെ പേര് സിസ്റ്റർ സൗമ്യ എന്നാണ്. എൻ്റെ ദൈവവിളി പറയുവാണെങ്കിൽ ഞങ്ങൾ കുഞ്ഞിലോട്ടെ ഞങ്ങൾ 3 പേരാണ്. അപ്പോൾ 3 പേരെയും കുഞ്ഞിലോട്ട് പള്ളി കൊണ്ടുപോകും. രാവിലെ വിളിച്ചെഴുന്നേൽപ്പിച്ച് വീട്ടിൽ അപ്പച്ചൻ രാവിലെ എഴുന്നേറ്റ് രാവിലെ കൊന്തയൊക്കെ ഉണ്ട് വീട്ടിൽ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി പള്ളിയിലൊക്കെ പോകും. അപ്പോൾ ആ ഒരു പ്രാർത്ഥനാ രൂപയിലൊക്കെ കൊണ്ടായിരിക്കാം ഞാൻ സിസ്റ്ററാവാൻ പോകുമെന്ന് നേരത്തെ തൊട്ടേ പറയുമായിരുന്നു. കോൺവെൻറ്റ് ചേർന്ന് കഴിഞ്ഞ് 1 കൊല്ലം കോൺവെൻറ്റിൽ നിന്ന് കമ്മ്യൂണിറ്റിയെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ +1 +2 പഠിക്കാനായിട്ടാണ് സെൻറ്റ് പീറ്റേഴ്സിൽ തന്നെ വീണ്ടും വന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെയൊക്കെ ആയിട്ട് ആ ഒരു നല്ല കാലഘട്ടം ചിലവഴിക്കാനായിട്ടൊക്കെ കഴിഞ്ഞു. അതിനുശേഷം മദർ ആവശ്യപ്പെട്ടതുപോലെ അടുത്തിങ്കയിൽ ഞങ്ങളൊരു കോൺവെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്നോട് അങ്ങോട്ട് ട്രാൻസ്ഫറായി പോകാനായിട്ട് പറഞ്ഞു. അപ്പോൾ ആദ്യം എനിക്ക് വിഷമമായിരുന്നു. ഞാൻ ജനിച്ച് വളർന്നത് കുമ്പളങ്ങിയിൽ തന്നെ, കോൺവെൻറ്റിൽ ചേർന്നത് അവിടെ. പിന്നെ അതിനപ്പുറം എല്ലാ ദിവസവും വീട്ടിൽ അപ്പച്ചനെയും അമ്മച്ചിയൊക്കെ പള്ളി വരുമ്പോൾ അവരെയൊക്കെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അവരെയൊക്കെ വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. പിന്നെ ദൈവത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതാണ്, ദൈവത്തിന് വേണ്ടിയിട്ട് എല്ലാം കൊടുത്തത്. എന്നാലും പിന്നെ ചിന്തിച്ചപ്പോഴത്തേക്കും അർത്തിങ്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുണ്യഭൂമിയാണ്. സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ വലിയൊരു അനുഗ്രഹമുള്ള. പിന്നെ എന്ത് പ്രാർത്ഥിച്ചാലും പുണ്യാളനത് സാധിച്ചു തരും എന്നൊരു വിശ്വാസമുണ്ട്, കിട്ടിയിട്ടുമുണ്ട്. വന്നിടേണം
സ്വർഗനായക കാത്തുകൊള്ളുക നീ സർവദായക. ലാസ്മിയ, ഈ കുറേ നാളായി അർത്തിങ്കപ്പള്ളി വന്നിട്ട്? ഞാൻ കുഞ്ഞിലെ കുറേ വന്നിട്ടുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് കൂടെ എല്ലാ പ്രാവശ്യം പെരുന്നാൾ വിളിച്ച് വരാറുണ്ട്. പെരുന്നാളിന് പക്ഷെ വരുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാണ്. പക്ഷെ നല്ല നല്ല ഭംഗിയാണ് ഇവിടെ കാണാനേ. മീൻസ് എന്തൊരു ജനമാണെന്നറിയോ. ഞങ്ങളിവിടെ നേഴ്സിംഗ് പഠിക്കുന്ന സമയത്തില്ലേ, ഈ 4 വർഷവും ഈ ജനുവരി ആകുമ്പോൾ എല്ലാവർക്കും കൊതിയാണ്. അതുപോലെ ഇവർക്ക് ഒരു ദിവസമായിട്ട് ഇവിടെ നമ്മൾ തന്നെയാണ് മാസ് ഗൈഡ് ചെയ്യണതൊക്കെ. എന്ത് രസമാണ് മാസൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ആ സമയത്തൊക്കെ പാട്ടൊക്കെ പാടുമ്പോൾ ഞാനൊരു വട്ടം ഈ പ്രാവശ്യത്തെ പെരുന്നാളിന് മുൻപല്ല ശേഷം ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിന് അടിമയൊക്കെ കഴിച്ചു. അപ്പോൾ ആ സമയത്ത് ഇവിടെ കൊയറ് കേട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഓർത്തു ഈവനിങ് മാസിൽ ഞാൻ ഇവിടെ പാടിയിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. സൗണ്ട് ആവട്ടെ ഭയങ്കര നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുഞ്ഞിലത്തെ ഓർമ്മയെന്ന് പറഞ്ഞാൽ അർത്തിങ്കപ്പള്ളിയിൽ വരുമ്പോൾ കുറേ ഇതൊക്കെ മേടിച്ചു തരും. പാവ, നമുക്ക് അങ്ങനെയൊക്കെയാണല്ലോ വർഷത്തിൽ ഇങ്ങനെ വളയമാല, അങ്ങനത്തെ കുറേ ഓർമ്മകൾ എനിക്ക് അർത്തിങ്കപ്പള്ളി വന്ന്. പിന്നെ ഭയങ്കര ജനക്കൂട്ടമായിരിക്കും. ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടി തിക്കി അപ്പച്ചനിങ്ങനെ കൊണ്ടുപോയി പുണ്യാളനെ മുത്തിക്കണയൊക്കെ ഒരു ഭയങ്കര അനുഗ്രഹമാണ്. പ്രാർത്ഥിച്ചാൽ അത് എന്താണേലും കിട്ടും. ഭയങ്കര ഒരു ഇവിടുത്തെ വിശ്വാസവും. പിന്നെ എന്നെ സംബന്ധിച്ച് താൻ ഈ ടീച്ചിങ് ഫീൽഡിന് എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കും. ഞാൻ അവിടെ വലിയ കുട്ടികൾ അവിടെ മീൻസ് എനിക്ക് 25, 26 ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണ് ഞാൻ അവിടെ പഠിപ്പിക്കുന്നത്. ഈ താൻ ഈ ചെറിയ കുട്ടികളെ ഇങ്ങനെ മാനേജ് നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുമല്ലോ. എന്നെ സംബന്ധിച്ച് അതാണ്. പിന്നെ നമ്മളിങ്ങനെ പിള്ളേരായിട്ട് അങ്ങോട്ട് മിങ്കിൾ ചെയ്ത് കൂട്ടായി കഴിയുമ്പോൾ അവര് കൂടുതലും പാരന്റ്സിൽ നിന്ന് നമ്മളുടെ അടുത്തല്ലേ രാവിലെ തൊട്ട് വൈകുന്നേരം. പിന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്യണോ എങ്ങനെ വന്നാലും ഒരു 3 years കഴിഞ്ഞിട്ടുള്ളതാണ് ഇതെന്ന് പറയുമ്പോൾ. ശരിക്കും നമ്മൾ ജനിച്ചു വീണപ്പോൾ മുതലുള്ള കുഞ്ഞുങ്ങൾ നിങ്ങളുടെ അടുത്തുണ്ട്. അപ്പം ഇങ്ങനെ അത് ശരിക്കും എനിക്ക് ബോറെന്നല്ല ഉദ്ദേശം. മീൻസ് നമുക്കത് എങ്ങനെ അത് മാനേജ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾക്ക് ഫ്ലഡ് ഉണ്ടായ സമയത്തില്ലേ, ഒരു 24 hours മാത്രം കഴിഞ്ഞൊരു വാവേനെ നമുക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ശരിക്കും അത് അവർക്കും നമ്മുടെ കയ്യിൽ തരുമ്പോഴേക്കും വലിയ ഹോപ്പൊന്നുമില്ല. അത് ഞാൻ അപ്പം അറിഞ്ഞില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. നമുക്ക് ഇൻക്യുബേറ്ററും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ദൈവത്തിൻ്റെ ആ ഒരു സംരക്ഷണമില്ല നമുക്ക്. എനിക്ക് ശരിക്കും അനുഭവിച്ച മീൻസ് എൻ്റെ കൈകളിലൂടെ അതെനിക്ക് അവർക്കത് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഒരു 2 kg ഇല്ലായിരുന്നു. പക്ഷേ അവിടെ നിന്ന് പോകുമ്പോൾ, അതായത് ഒരു 4 months ഒക്കെ ആയപ്പോൾ അവിടെ നിന്ന് അവർ കൊണ്ടുപോയത്. പക്ഷേ ഈ വാവ പോകുമ്പോഴേക്കും 7.5 ഉണ്ടായിരുന്നു. മീൻസ് അത്രയും 24 hours-ലൊക്കെ 24 മണിക്കൂറിൽ ഒരു അമ്മയുടെ അടുത്തുനിന്ന് നമ്മുടെ കയ്യിൽ കിട്ടുക, അതൊക്കെ ഭയങ്കര ഒരു എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ നിങ്ങൾ ആ കുട്ടികളെ നോക്കണത് കണ്ടപ്പോൾ ഞാൻ പറയണം, നിങ്ങൾ ശരിക്കും അവർക്കൊരു പാരൻസ് ഇല്ലാന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്കാണെന്നോ ഉള്ളൊരു വിഷമമൊന്നും അവരെ നിങ്ങൾ അറിയിക്കണില്ല. ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഫിലിമിന് കൊണ്ടുപോകും, മീൻസ് ഡാൻസ്, എന്ത് ഇവൻറ്റ്സ് ഉണ്ടെങ്കിലും മീൻസ് ഇവിടുത്തെ കുട്ടികൾ ആശ്വാസം പോലെ കോൺസിലാതെ പഠിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര പാരൻസ് ഒന്നും അവർക്ക് ട്രെയിൻ ചെയ്യാനില്ല. പക്ഷെ നിങ്ങൾ സിസ്റ്റേഴ്സ് എടുക്കുന്ന എഫേർട്ടില്ല. ഞാൻ എന്താ ഹാറ്റ്സ് ഓഫ് എൻ്റെ മക്കൾ തന്നെ എനിക്ക് അങ്ങനെ ചെയ്യിക്കാൻ അതൊരു ഇതാണ്, നിങ്ങൾക്ക് പറ്റുന്നൊരു കഴിവാണത്. നമ്മുടെ +2 കാലൊക്കെ ഓർക്കുമ്പോഴേ ശരിക്കും എന്ത് രസമായിരുന്നല്ലേ. നിങ്ങൾ നോവൻ ഷീറ്റിലായിരുന്നു അല്ലേ ആ സമയത്ത്? അതെ, ആ സമയത്താണ് നിങ്ങൾ +2 പഠിക്കാൻ വരണമെങ്കിൽ ജോയിൻ ചെയ്ത് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പഠിക്കാനായിട്ട് വന്നത്. അങ്ങനെ നൗഷീറിലേക്ക് വെച്ച് നീ അവിടെ വന്നിട്ടുണ്ട്. ആ സമയത്ത് നീ ഒരു പാട്ട് പാടിയിട്ട് എല്ലാവർക്കും ഒരു ഫിലിം സോങ് പാടിയത്. അതെ, ഞാനതൊന്ന് ഹമ്മിങ്, നിങ്ങൾ ആ ഹമ്മിങ് പാടുമെന്ന് വെച്ചിട്ട് ഞാനതിന്റെ ഹമ്മിങ് മാത്രം ക്ലാസ്സിൽ നിന്നെ കൊണ്ട് ഇടക്കിടക്ക് പാടിക്കാറുണ്ടല്ലോ. നമ്മൾ അത് കഴിഞ്ഞ് നമ്മളുടെ അവിടുത്തെ കുർബാനക്കൊക്കെ നമ്മൾ പാടിയിട്ടില്ല. നമുക്ക് 2 പാട്ട് ഇപ്പൊ പാടിയാറ് ഓർക്കുന്നുണ്ട്? എന്തെങ്കിലും പാട്ട്? നമുക്ക് ആ ഈശോയെ നിന്നെ അത് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഈശോയേ നിന്നെ എനിക്കെന്തൊരിഷ്ടം, ഈശോയേ നിന്നെ എനിക്കെന്തൊരിഷ്ടം, എൻ ജീവിതം നിന്റെ ദാനം
ഇഷ്ടം നിന്നെ എനിക്കെന്തൊരിഷ്ടം. നമ്മളിത് പാടിക്കഴിഞ്ഞപ്പോൾ മിസ്സുമാർ വന്ന് ഭയങ്കര നല്ല പാട്ടായിരുന്നു എന്നൊക്കെ ഓർക്കുന്നുണ്ട് അതൊക്കെ പറഞ്ഞത്. ചേച്ചി നമുക്ക് ആ സമയത്ത് നമ്മൾ കുറേ നല്ല പാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നില്ലേ? നീ ഓർക്കുന്നുണ്ടോ അവരെയൊക്കെ? നീ ഓർക്കുന്നുണ്ടോ? ഞങ്ങൾ ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് നമ്മളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു ആ സമയത്ത് പാടാനൊക്കെ ആയിട്ടേ അല്ലേ? പാട്ടൊന്നും പാടോട് ഹല്ലേലൂയ ഒന്ന് പാടും. ആ നല്ല പാട്ട് നീ നന്നായിട്ട് പാടാറുള്ളതല്ലേ? ഓർക്കുന്നില്ലേ ആ പാട്ട്? ആ സാരമില്ല, ഓർമ്മയുള്ളതൊക്കെ ഒന്ന് പാടിക്കേ. ഹല്ലേലൂയ ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം സ്വർലോകത്തിന്നതാ നിന്നാമം നിർലീനാത്മാവായി നിന്നിൽ ധ്യാനമാർന്നു ഞാൻ ഉള്ളിനുള്ളിൽ നിന്നെ തേടുന്നു. പാടുമ്പോഴെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് 3 തവണ പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ് പാടുന്നത്. നമ്മൾ പാടി സ്തുതിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. പണ്ട് പ്രാർത്ഥനയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതെ അതെ. അപ്പൊ ഞാൻ പണ്ടൊക്കെ പ്രാർത്ഥനയിലുമ്പോഴൊക്കെ കുറെ പാട്ടുകൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരു പാട്ട് പാടുമ്പോൾ നമ്മള് ഇൻക്ലൂഡിങ് എനിക്ക് ഭയങ്കര മടി. പ്രാർത്ഥനയ്ക്കൊക്കെ തന്നെയാണെങ്കിലും പിള്ളേരൊക്കെ ഒന്ന് അങ്ങനെ ഫുള്ള് മുട്ടുകുത്തി ചെല്ലുക. ഇപ്പൊ സന്ധ്യാപ്രാർത്ഥന എന്നുള്ള ഒരു സംഭവമേ പോയി. കാരണം ഭയങ്കര കുറവാത്. എന്റെ മോൻ ചോദിക്കണം എന്തിനാ മമ്മി 7 മണിക്ക് 8 മണിക്കും പ്രാർത്ഥന ഒരു പ്രാർത്ഥന അല്ലേ പോരെന്ന് ചോദിക്കണം. പണ്ടൊക്കെ നമ്മള് പള്ളിയില് മണിയടി കേൾക്കുമ്പോ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കും. അത് നമ്മുടെ ശീലങ്ങളൊക്കെ എല്ലാം വീട്ടില് പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള പാട്ട് കേൾക്കുമ്പോൾ അറിയാം ആ ഒരു സമയത്ത് ഇപ്പൊ ചിലപ്പോ കുറച്ച് വിഷമമുള്ള സമയമാണെങ്കിൽ അങ്ങനത്തെ പാട്ടുകളായിരിക്കും. പിന്നെ ഇനി എങ്ങാനും ഞങ്ങളൊക്കെ ഇച്ചിരി തല്ലുപിടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കുരുത്തക്കേടുകളൊക്കെ ഒപ്പിക്കണമെങ്കിൽ അപ്പിച്ച് പാടാറുള്ളൊരു പാട്ടാണ് കാള തന്റെ അപ്പൊ അത് പാടുമ്പോ തന്നെ നമ്മളെന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പാട്ട് അപ്പിച്ച് പാടിയിരിക്കുക. അത് മാത്രല്ല നമ്മൾ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് ഒരു പരിശുദ്ധ പിന്നെ ബൈബിള് വായിക്കണേന് പാട്ട്, മാതാവിന്റെ പാട്ട്, അങ്ങനെ കുറെ പാട്ടുകൾ വരാറുണ്ട്. പാട്ടുകളെ കുറിച്ചുള്ള ഓർമ്മകൾ നിൽക്കൂല നമുക്കിങ്ങനെ നോൺ സ്റ്റോപ്പാണ്. സമനി ഒരു പാട്ട് പാടടി. ഒരു മാതാവിന്റെ പാട്ട് പാടിയാ ഇഷ്ടമുള്ള നന്നായിട്ട് അറിയില്ല, എന്നാലും എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പാടാവേ. കനിവിൻ്റെ നിറവാർന്നുരമ്മേ നിനക്കേകുന്നു സ്നേഹ പ്രണാമം കാരുണ്യക്കടലാകുമമ്മേ നിനക്കായിരം സ്തോത്രഗീതം കാരുണ്യക്കടലാകുമമ്മേ നിനക്കായിരം സ്തോത്രഗീതം അലിവിൻ്റെ അലയാളിയാകും വിമലാംബികേ നിൻ ഹൃദയം അലിവിൻ്റെ അലയാളിയാകും വിമലാംബികേ നിൻ ഹൃദയം അഗതികളാം മക്കൾക്കെന്നും ആ തിരുസന്നിധി അഭയം. ഈ പാട്ടേ ഞങ്ങളുടെ പള്ളിയിൽ ആദ്യമായിട്ട് പാടിയപ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് കേട്ടതായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. അപ്പം എന്നോട് ഒരു യൂണിറ്റ് പ്രാർത്ഥനയൊക്കെ എന്തിനോ പോയപ്പോഴത്തേക്കും ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പാടിയപ്പോൾ എല്ലാവരും വന്നിട്ട് പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാനിങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർത്തേ ശരിക്കും മാതാവിൻ്റെ മുമ്പിൽ പോയിരുന്ന് പാടാൻ പറ്റിയൊരു നല്ല പാട്ടല്ലേ കനിവിൻ്റെ നിറവായിരുന്നു. അപ്പം എനിക്ക് പാട്ട് പാടുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു. എന്താ പാട്ടാണ്. നീ ഇപ്പം എത്ര ലാംഗ്വേജിലൊക്കെ പാട്ട് പാടിയിട്ടുണ്ട്? അങ്ങനെ ലാംഗ്വേജ് മലയാളത്തിലാണ്, മീൻസ് മലയാളം പാടും, ഹിന്ദി പാടും, പഞ്ചാബി തമിഴ് പാടും, പഞ്ചാബി പാടും. പിന്നെ മറ്റേ ബാഹുബലിക്ക് ഇറങ്ങിയ സമയത്ത് ആ കന്നഡയൊക്കെ വേർഷൻ പഠിച്ചിട്ട് കുറച്ച് നാൾ പാടി. പിന്നെ ഞാൻ ആകെ എംഎൻസിന്റെ ഒരു പരീക്ഷണം ചെയ്തിട്ടുള്ള ഇറ്റാലിയനാണ് ഞാൻ പഠിക്കുന്നത്. നമ്മൾ പ്രൊഫഷൻ അതെ സിസ്റ്റർ ടുസിയുടെ സിസ്റ്റർ ഡീനയുടെ ഒക്കെ ആ പ്രൊഫഷൻ കയറുന്നത്. പക്ഷേ ആ ഇറ്റാലിയൻ പാട്ട് പാടുമ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് ആണ്. കാരണം ലിറിക്സ് നമ്മൾ പഠിച്ചെടുക്കുക. ഓർക്കുന്നുണ്ടോ? എനിക്കില്ലേ ആ ഒരു മാതാവിന്റെ ഒരു സ്തോത്രഗീതം ഉണ്ടായിരുന്നില്ല ലാമിയ. പക്ഷെ എനിക്ക് ലിറിക്സ് ഒന്നും ഓർമ്മയില്ല. നമുക്ക് എന്റെ ഫോണിലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ കേട്ടോ.
ഓർക്കുന്നുണ്ടോ നീ എൻ്റെ ട്യൂണൊക്കെ ഓർക്കുന്നുണ്ട്, പക്ഷെ ലിറിക്സ് എന്ന് വെച്ചാൽ മെമ്മറിയിൽ അങ്ങനെ നിൽക്കുന്നില്ല. ഉണ്ടെന്ന് തോന്നണം, ഞാൻ നോക്കട്ടെ എന്തെങ്കിലും നമുക്കൊന്ന്. ആണോ? La mia anima canta la grandezza del Signore, il mio spirito esulta nel mio Salvatore. Nella mia povertà infinito mi ha guardata, in eterna mi creatura mi chiamerà beata. La mia gioia del Signore, qualche frutto grandi cosa mi, la mia lode del Dio fedele, questo coso popolo, e non ho dimenticato le